അവിയൽ വരെ ഉണക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നിങ്ങളുടേത്. അവിയൽ ഉണക്കി കൊടുക്കുക. അവിയൽ ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഇതിലുണ്ട്. ഇത് നമ്മുടെ അവിയലിന്റെ ബോക്സ്. ഇതിൽ നമുക്ക് വരുന്നത് അവിയലിന്റെ വെജിറ്റബിൾസും അവിയലിന് വേണ്ട കോക്കനട്ട് ഗ്രേവിയാണ്. ഏറ്റവും പണിയുള്ള ഒരു കാര്യമാണ് ഒരു അവിയൽ ഉണ്ടാക്കുന്നത് അല്ലേ. കഴുകണ്ട, കട്ട് ചെയ്യണ്ട, തേങ്ങ ചിരകണ്ട, ചതയ്ക്കാൻ നിക്കണ്ട, ഒന്നും വേണ്ട. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതില് എല്ലാ ടൈപ്പ് വെജിറ്റബിൾസ് ഇതിലുണ്ട്. ഇതിന്റെ അകത്ത് മുരിങ്ങാക്കോല്, കോവയ്ക്ക, പടവലങ്ങ, ക്യാരറ്റ്, അച്ചിങ്ങ, ഇതൊക്കെ ഡ്രൈ ചെയ്തിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. പച്ചമുളക്. ഇത് കൂടാതെ കറിവേപ്പിലയുടെ ഒരു പാക്കറ്റും കൂടി. ഈ മുരിങ്ങാക്കോലൊക്കെ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഇതില്ല. ഫുള്ള് ഡ്രൈ ചെയ്തെടുത്തിട്ട്, എന്നാൽ മുരിങ്ങയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിലുണ്ടാവും എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ക്യാരറ്റിന്റെ ഒന്നും കളർ പോലും പോവില്ല. ഇത് ചേന. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെ പച്ചക്കറിയാണെന്ന്. ഇത്ര സമയം എടുക്കും സാധാരണ രീതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിട്ട്? ഇതിപ്പോ ഒരു 10 മിനിറ്റ് എടുത്തു. നമ്മുടെ ഈ അവിയലിന്റെ കഷ്ണത്തിന് നമ്മൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ വരെ ഇട്ടിട്ടുണ്ട്. കളർ ചേഞ്ച് പോലും വന്നിട്ടില്ല. കണ്ടോ, ഫ്രഷ് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം അതുപോലെ. ഇത് നമ്മുടെ അവിയലിന്റെ തേങ്ങയാണ്. ഇതിന്റെ അകത്ത് മഞ്ഞപ്പൊടി, ജീരകം, ചെറിയ ഉള്ളി, പുളിക്ക് ആവശ്യമുള്ള തൈര്, ഉപ്പ്, നമ്മളെല്ലാം ചേർത്ത് അരച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്തേക്കുന്ന പാക്കറ്റാണ്. തൈരും ഇതിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? തൈരും നമ്മൾ ചേർക്കുന്നുണ്ട്. അവിയൽ ഉണ്ടാക്കാൻ ഭയങ്കര സുഖമാണ്. കുക്കർ അടുപ്പത്തേക്ക് വെക്കുക, പച്ചക്കറി ഇടുക, ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ച് ഒരു വിസില്, ഒറ്റ വിസില് നമ്മുടെ പച്ചക്കറി വേകും. ആ വെന്ത പച്ചക്കറിയിലേക്ക് നമ്മള് തേങ്ങ, നമ്മുടെ പാക്കറ്റിലുള്ള തേങ്ങ വെള്ളം നനച്ച് വെച്ചത് ആഡ് ചെയ്യുക. പച്ചവെളിച്ചെണ്ണ വേപ്പിലയും കൂടി എടുത്ത് മിക്സ് ചെയ്തെടുത്ത അവിയൽ റെഡി. നമുക്ക് ടേസ്റ്റിന് എന്തെങ്കിലും ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ആയിട്ട് കിട്ടും. പല നാട്ടിലും പല രീതിയാണ്. ചിലർക്ക് കുഴഞ്ഞ അവിയലായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുഴയാത്ത അവിയലായിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കും.